അതായത് പിണറായി കാലത്ത് കുറേ അക്രമങ്ങളും അഴിമതി സംഭവങ്ങളും പാർട്ടിക്കാർ തന്നെ അഴിച്ചുവിടുന്നു. അവർ തന്നെ അവർക്ക് തോന്നിയ രീതിയിൽ കേസെടുക്കുന്നു. എന്നിട്ട് അവരെ അത് വെച്ച് അങ്ങ് അർമാദിക്കും. അല്ല, പോലീസ് സ്റ്റേഷൻ ഭരിച്ചിരുന്നത് നിയന്ത്രിച്ചിരുന്നത് അവർ അതെ. തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പുറത്തു പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നു. ഇത് നേരെ പരിഹാരമാവുന്നു. തിരികെ അടിക്കുന്നു. ഇതിൻ്റെ വകുപ്പുകൾ മാറുന്നു. ഈ വധശ്രമം അതും ഇതും എല്ലാം ഇല്ലാതെയാകുന്നു. ഇപ്പം നമ്മുടെ രക്ഷാപ്രവർത്തനം പോലെ തന്നെയുള്ള നിരവധി കേസുകൾ. ഇപ്പം നമ്മുടെ 2 IAS ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തിയ രക്ഷാപ്രവർത്തകന്മാരിന്ന് രാവിലെ ഹാജരായിട്ടുണ്ട് അന്വേഷണത്തിന്റെ മുന്നിൽ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ്, നല്ലൊരു ചെറുപ്പക്കാരിയായിരുന്നു. ആ വീണ ജോർജിന് നല്ലൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. കഴുത്തുളുക്ക് വീണ, പെടലി വീണ എന്നൊക്കെയുള്ള അപരനാമങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇടയാക്കിയ ആ കണ്ണൂർ റെയിൽവേ പാർട്ടിയിലെ ബുദ്ധിജീവികളുടെ തന്ത്രപൂർവമായ ആ ഇടപെടൽ, പ്രത്യേക ആക്ഷൻ, ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ സംഭവത്തിന്മേൽ ഇപ്പോൾ ദാണ്ട വധശ്രമം ഒഴിവാക്കി. അതുപോലെ വിമാനത്തിൽ ആക്രമിച്ച പിണറായി വിജയനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്നാണ് നമ്മൾ EPയുടെ കളരിയഭ്യാസം കണ്ടത് വിമാനത്തിനകത്ത്. അതെ, അദ്ദേഹം അങ്ങനെയുള്ള ആ കേസുകൾക്കെല്ലാം ഓരോ ട്വിസ്റ്റ് ഉണ്ടാകുകയാണ്. അതായത് ഇത് വെറുതെ ചുമ്മാ ഭരണം മാറിയപ്പോൾ ഭരണത്തിൽ കയറിയവർ അവരുടെ അനുയായികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വിടുപണിയല്ല. അതെ, ഇത് വളരെ കൃത്യമായ കാര്യങ്ങൾ എവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ മഹാൻ പറയുകയും അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിന്നെ അങ്ങ് DGP തൊട്ട് താഴെ ഏറ്റവും വരെയുള്ള SIയുടെ അടുത്തേക്ക് വരെ ഈ സന്ദേശങ്ങൾ എത്തും. ഇവിടെ നിന്ന് പറയും പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. ഈ പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും യാതൊരു കാര്യമില്ലായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ കേസെടുക്കുക, FIR ഇടുക, ഇവൻ്റെ പേരിൽ പരമാവധി വെളിയിറങ്ങാത്ത രീതിയിൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുക എന്നുള്ള സ്ഥിരം പരിപാടിയായിരുന്നല്ലോ. അതിൻ്റെതാണ് ഈ പാവം പിള്ളേർ നമ്മൾ കണ്ടതാണല്ലോ. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി അവിടെ നിന്ന് വെല്ലു വിളിക്കുമ്പോൾ ഇപ്പറഞ്ഞ ഒരു 3-4 പിള്ളേരൊന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അവരുടെ മന്ത്രി കഴുത്ത് പിടിച്ച് തിരിച്ച് ഗറില്ല വാർഫെയർ നടത്തി എന്നൊക്കെ കോന്നം മാഷ് പറഞ്ഞത്. എന്ത് ഗറില്ല വാർഫെയർ? ഇതാണ് നമ്മൾ മുമ്പേ ഒരു ചർച്ചയിൽ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. വരി ഉടയ്ക്കപ്പെട്ട പോലീസ് ആയിരുന്നു. ഈ പോലീസ് സേനയിൽ അവർക്കൊക്കെ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരാരും പ്രതികരിക്കുകയില്ല. അവരൊക്കെ ഈ സിനിമയിൽ കാണുന്ന പോലെ ബാത്റൂമിലെ കണ്ണാടിയിൽ പോയി ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കുന്ന ഇടപാടായിരുന്നു എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. അവർക്കൊക്കെ ഭയമായിരുന്നു. ഒന്ന് അവർ ഇച്ഛിച്ച സ്റ്റേഷൻ വിട്ടുപോകാനുള്ള ഭയം, ഒന്ന് അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം, അവരുടെ പ്രൊമോഷൻ തടയുമോ എന്നുള്ള ഭയം. എന്താണെങ്കിലും ഇവരിലെല്ലാം ഒരു പോലീസ് കൊണ്ട് തടഞ്ഞു പിടിച്ച് വരട്ടുന്നുണ്ടല്ലേ. അതെ, അപ്പോൾ ഇങ്ങനൊരു ഭീതി നിറച്ച ഒരു ഭരണം, ഇത്തരം ഒരു ഭരണം എനിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു പോലീസ് മന്ത്രിയെയും ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഇതുപോലെ ഭയന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ നുള്ളിയെ പിച്ചിയെ മാന്തി എന്നൊക്കെ വിളിച്ച് ഞാനൊരു ധീരസാക്ഷിയായിരുന്നു, അന്ന് എന്നെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന പിണറായി വിജയനാണ് പിന്നീട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പം ഇത് അതിനേക്കാളും അഴിഞ്ഞാട്ടം നടത്തിയത്. ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ചർച്ചയിലേക്ക് വരാം. നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ 5 KSUക്കാർ പിള്ളേരെ പിടിച്ച് അകത്തിട്ടിരുന്നു. അതിൽ പോലീസ് കുറ്റപത്രം കൊടുത്തു. വധശ്രമം ഒന്നുമില്ല, അവിടെ ഒരു സംഭവം നടന്നിട്ടില്ല. കുറ്റപത്രം കൊടുത്ത സ്ഥിതിക്ക് ഇനിയും പിള്ളേരായാലും പെറ്റി കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ 14 ദിവസം ജയിലിൽ കിടന്നതിൻ്റെ സമാധാനം ആര് പറയും? അല്ല, അവർ ഇറങ്ങിയിട്ട് കേസ് കൊടുക്കണം, പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഈ വീണ മന്ത്രിയുടെ പേരിൽ കൊടുക്കണം. കാരണം ഇതിനകത്ത് എന്തൊരു അഭിനയമായിരുന്നു. കയ്യിലിരുന്ന മാരകായുധം നമ്മുടെ MB ജയരാജൻ എന്ന് പറഞ്ഞ മറ്റേ ചുംബൻ കാണിച്ചത് എന്താണ്? ഇതിനകത്തോട്ട് നോക്കൂ, ഇതെടുത്ത് കാണിക്കുക. ആ കരിങ്കൊടിക്കകത്ത് മാരകായുധം ഉണ്ടെന്ന്. അത്ര ചരിത്രത്തിൽ ആദ്യമായി ICUവിൽ കിടന്ന ഒരാൾ രാത്രി എഴുന്നേറ്റ് ഓടിക്കളയുക, വീട്ടിലേക്ക് 100 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് കാറിൽ കയറി രക്ഷപ്പെടുക എന്നുള്ള അപൂർവ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഗൂഢാലോചനയായിരുന്നു, എന്തൊക്കെ പുകിലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 18,000 വോട്ടിന് വീണ ജോർജ് തോറ്റുപോയി. അതിന്റെ ചുറ്റുവട്ടത്തുള്ള ജില്ലയിലുള്ള മുഴുവൻ CPMന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ, അതിൻ്റെ ആ ജില്ലയുടെ അടുത്ത ജില്ലയുടെ ഒക്കെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ തോറ്റ് തൊപ്പിയിട്ട് തുന്നം പാടിപ്പോയി. ഇപ്പം തിരിച്ചറിയുന്നുണ്ട് ഇതൊരു വലിയ കെണിയായിപ്പോയി. ഇപ്പം സ്വന്തം പാർട്ടി അനുഭാവികളും പ്രവർത്തകന്മാരും പ്രാദേശിക നേതാക്കന്മാരും വരെ ഇവരെ കുത്തിന് പിടിച്ച് ചേർത്തിക്കണം ഓരോരുത്തന്മാരെ. ഈ വലിയ ഉന്നതന്മാരെയൊക്കെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ വിശദീകരിക്കാനൊന്നും ഇനി വേണ്ട. ചാം ചച്ചാ ചൂം ചച്ചാ ചുമര് ചച്ചാ എന്നുള്ള ഭാഷ ഇനി വേണ്ട. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇങ്ങോട്ട് വിശദീകരിച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് ആൾ നിൽക്കുന്നുണ്ടോ അവിടെ. അപ്പോൾ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഈ പറഞ്ഞ ഇതെല്ലാം ഒഴിവാക്കിയിരുന്നല്ലോ, എല്ലാം ഒഴിവാക്കി. ഇത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം വീണ ജോർജിന് അതിലൊക്കെ രസമുണ്ട്. അന്ന് ഈ കേസെടുക്കുന്ന സമയത്ത് ജാമ്യമില്ല വകുപ്പിട്ടു, മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു.
കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് വന്നു എവിടെ മാരകായുധങ്ങളുമായി. കൊല്ലടാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ, കൊല്ലടാന്ന് പറഞ്ഞെങ്കിൽ പോലും അതെ, ഇത്രയും പോലീസ് 100 കണക്കിന് പോലീസ് നിൽക്കുമ്പോൾ 5 പിള്ളേർ വന്ന് മുദ്രവായി അവരാണ് കൊല്ലാൻ പോണത്. ഈ മന്ത്രി വെല്ലുവിളിക്കണം, ചോണേണ്ട ഇങ്ങോട്ട് വാടാന്ന് ഈ ഇത്രയും പോലീസിന്റെ ധൈര്യത്തിൽ മന്ത്രി എല്ലാം ചെല്ലുക. അതായത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത മന്ത്രിയായിരുന്നു. ചാടി ചെല്ലുക, വാടാ നിന്നെയൊക്കെ കാണിച്ചു തരാടാ, നീയൊക്കെ ആരോടാ കളിക്കുന്നത് എന്നൊക്കെ. ഈ അഹങ്കാരം, ഈ ധാർഷ്ട്യം ഇവരുടെയൊക്കെ പരാജയത്തിലേക്ക് വഴിതെളിച്ച ഒന്നാമത്തെ സംഭവം. ഈ കപ്പൽ മുങ്ങുകയില്ല സാർ, ഞങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറഞ്ഞ കപ്പൽ മുങ്ങുകയില്ല, കപ്പലിലെ ഓണർ ആയിരുന്ന ആരോഗ്യമന്ത്രി മുങ്ങി ഈ ICUവിൽ നിന്ന് മുങ്ങി. അതെല്ലാം പോട്ടെ, ചരിത്രത്തിൽ ആദ്യമായിട്ട് വധശ്രമത്തിന് ഇരയാളുടെ മൊഴി ഇല്ലാതാണ് പോലീസ് കേസെടുത്തത്. ആരോഗ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് തന്നെ കണ്ടെത്തി. പക്ഷെ കൂടെ നിന്ന സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെല്ലാം അതെ, കൂടെ അവർ എന്നിട്ട് ഒരു പറഞ്ഞു, ഒരു കരിങ്കൊടി എടുത്ത് വീശിയതേ ഉള്ളൂ, ഇവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയുള്ള കാര്യം. ആ സംഭവത്തിനാണ്. അതുകൊണ്ട് എന്ത് പറ്റി, ഒരു ആരോഗ്യമന്ത്രിയുടെ തോൽവിക്ക് കൂടി വഴി തെളിച്ചു. അല്ലെ കുറച്ച് ഒരു ഫൈറ്റെങ്കിലും വീണ ജോർജിന് ആറന്മുളയിൽ കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. ഇത് അതുമില്ല. ഇതിലൊക്കെ ഏറ്റവും നാണക്കേടായത് എന്താണ്, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് കണ്ണൂരിൽ നിന്ന് കയറി വണ്ടി, അതും പെടലി ഒടിഞ്ഞു കിടക്കുന്ന ആളാണ്, കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നും കൈ പിടിച്ച് ഒടിച്ചു എന്നുമാണ്. തൊട്ടുമുമ്പ് സെൽഫി വന്നിരുന്നു നമ്മുടെ നേഴ്സുമാരത്തുള്ള MV ഗോവിന്ദൻ പറഞ്ഞ ഇങ്ങനെയാണ്, കഴുത്ത് പിടിച്ച് തിരിച്ചു. ഗറില്ല വാർഫെയർ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഗറില്ല വാർഫെയർ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ചോദിച്ചിട്ട് ഒരു ഒറ്റ ചിരി. ഈ ചിരിയെക്കുറിച്ചാണ് അയാളുടെ മകൻ തന്നെ നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കി ചിരിക്കണം എന്ന് പറഞ്ഞത്. അതാണ്. എന്താണെങ്കിലും ഈ കള്ളത്തരം എല്ലാം കൂടെ പണിത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കൊട്ടാരം പണിത് അവിടെ പിണറായി രാജാവ് സസുഖം വാഴുകയായിരുന്നു. ഈ കൊട്ടാരം എല്ലാം കൂടി ഇടിഞ്ഞ് തടപടവെന്ന് പറഞ്ഞ് താഴെ വീണു. പിണറായി രാജാവിന്റെ മണ്ടക്കോട്ട് ഇതിന്റെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ് വീണ്ടും. പിണറായി രാജാവിന്റെ മുകളിലേക്ക് ഓരോരോ കല്ലുകൾ ഓരോന്നായിട്ട് അടർന്നടർന്ന് വീണുകൊണ്ടിരിക്കും. ഇതൊരു കാര്യം ചെയ്യാൻ പറയാം, ഈ ഇടിക്കാർ വരുമ്പോൾ ഊരി പിടിച്ച വാളുമായിട്ട് 10 പേരെ തെറ്റ് നടത്താൻ പറയാം, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നടന്നു വരാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ തരികിടകളാണ് കാണിച്ചത്. ഇപ്പൊ തന്നെ നമുക്കറിയാം ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം. ഈ രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ട സൗകര്യങ്ങൾ കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ഇവരിൽ നിന്നും ചെയ്തു കൊടുത്തു. അപ്പൊ അതിന് ഇന്ന് തന്നെ അവർ ഹാജരായി ചോദ്യം വിധേയരായി. ഇനിയിപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ജാമ്യം റദ്ദാക്കേണ്ട ആവശ്യം ഇനിയും വരില്ല. കാരണം അത് അത്തരമൊരു കേസാണ്. അതുകൊണ്ട് അവർ ആ കേസിൽ ഇനി നടപടിയിട്ട പിന്നെ ഇനി ഈ സർക്കാർ ഇറങ്ങുന്നിടം വരെ ഇവരെ കയറുമോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു ഇപ്പം നമ്മളെല്ലാവരും വാദിച്ചു ഈ പറയുന്ന ഇയാൾക്ക് വേണ്ടി, അശോകിനും ഇതേപോലെ തന്നെ സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്ന ഒരു പോലീസുകാരനുണ്ട്, ഉമേഷ് വള്ളിക്കുന്നിനെ യാതൊരു കാരണവും ഇല്ലാതാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഉമേഷ് വള്ളിക്കുന്ന് എന്താ ചെയ്തേ, അദ്ദേഹത്തിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം കൃത്യമായ മറുപടി കൊടുത്തു. തൻ്റെ ഭാഗത്തല്ല വീഴ്ച, മേലുദ്യോഗസ്ഥരുടെ ഭാഗത്താണ്, പോലീസ് മന്ത്രിയുടെ ഭാഗത്താണ്, സർക്കാരിൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞ് ചട്ടം വകുപ്പും പ്രകാരം ഇത് കൊടുത്തു. അദ്ദേഹം അത് പുസ്തകമാക്കി ഇറക്കി. അയാളെ സർവീസ് ഇന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ പ്രശാന്തിനെയും അശോകിനെയും തിരിച്ചെടുത്തു. അവരൊക്കെ IAS കാരാണ്, അവർക്ക് വേണ്ടി ആരാധകർ ഒരുപാടുണ്ട്. എന്നാൽ ഈ ഉമേഷ് വള്ളിക്കുന്നിലിനെ ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതല്ല, അത് രമേശ് ചെന്നിത്തല പോലെയുള്ള അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള പ്രഗത്ഭനായ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ നിയമസാധുത ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുക തന്നെ വേണം. കാരണം ഈ മറ്റവർ കാണിച്ച വൃത്തികേടുകൾക്ക് പരിഹാരം കാണേണ്ടത് അതിനുവേണ്ടി തന്നെയാണ് ഈ ജനങ്ങൾ ഇവരെ ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള പരിഹാരം കാണണം. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തെ പിണറായിയുടെ ദുർഭരണത്തിന് കീഴിൽ പൊറുതി മുട്ടിയ ജനങ്ങൾ, നിങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ വന്ന കള്ളക്കേസുകൾ ഒരുപാട് പ്രേക്ഷകർ കാണുന്നവർ, ഇതൊക്കെ നിങ്ങൾ പുനരന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് പരാതി കൊടുത്ത് ഇതൊക്കെ പുനരന്വേഷിപ്പിച്ചെടുക്കണം. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ കള്ളക്കേസ് മുഴുവൻ നിങ്ങളുടെ തലയിൽ ഡെമോക്രസിന്റെ വാള് പോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് എല്ലാവരും, ഇപ്പം തന്നെ മന്ത്രിയായിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, കള്ളക്കേസായിരുന്നു, അതെടുത്ത് ദൂരെ കളഞ്ഞു. ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ രക്ഷ നേടണമെങ്കിൽ ഇതുപോലെയുള്ള പരാതി കൊടുത്ത് ഇത് മുഴുവൻ മാറ്റുക എന്നുള്ളത്.